ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കുറ്റകൃത്യം ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിഞ്ഞെന്ന ഹൈക്കോടതി. VSSC റിപ്പോർട്ടിലേത് ഗുരുതര കണ്ടെത്തലുകളെന്നും കോടതി. പാളികൾ വീണ്ടും പരിശോധിക്കണമെന്ന് കോടതി. തിയോഫിൻ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. തിയോഫിൻ, ഈ റിപ്പോർട്ട് കോടതി വിശദമായി പരിശോധിച്ച ശേഷം വരുന്ന പ്രതികരണം അത് ഏറ്റവും പ്രസക്തമാണ്. എന്താണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ? അക്ഷിത, VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്ന ഇടക്കാല അന്വേഷണ റിപ്പോർട്ട്, 4ാമത്തെ റിപ്പോർട്ടാണ്. അതുകൂടി പരിശോധിച്ച ശേഷമാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഇതിലാണ് കോടതി ഈ സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അത് അടിസ്ഥാനമുള്ളതാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനയുടെ VSSCയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇക്കാര്യം തെളിഞ്ഞിട്ടുണ്ടെന്ന് ദേവസ്വം ബെഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. കോടതി ഉയർത്തിയ ആശങ്കകൾ നേരത്തെ തന്നെ കോടതിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അതിനാൽ തന്നെ ആദ്യമുണ്ടായിരുന്ന ആശങ്കകൾ അത് പ്രഥമദൃഷ്ട്യാ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കുറ്റകൃത്യത്തിന്റെ ഒരു ശാസ്ത്രീയ പ്രയോഗ രീതി അല്ലെങ്കിൽ ആ പ്രയോഗ രീതി ശാസ്ത്രീയമായി അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർണ്ണ കവർച്ചയ്ക്ക് വേണ്ടി അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ആ സ്വർണ്ണ കവർച്ചയ്ക്കായി എടുത്ത തീരുമാനം ഏതെല്ലാം രീതിയിൽ ആരെല്ലാമാണ് ഇതിൽ കണ്ണികളായി എന്ന കാര്യങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, വ്യക്തതയുണ്ട്. ഇതിൽ വ്യക്തിഗത ഉത്തരവാദിത്വം ഉണ്ട്, ഒപ്പം ക്രിമിനൽ ബാധ്യത ഇതൊക്കെ ഉൾപ്പെടും എന്ന് കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. തന്നെയുമല്ല, VSSCയിലെ ശാസ്ത്രജ്ഞരെ അവരുടെ മൊഴി കൂടുതൽ വിശദമായി തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇക്കാര്യം. കാരണം ഇതിലെ ഒരു മോഷണം എത്രത്തോളം സ്വർണ്ണപ്പാളി മാറ്റി ചെമ്പുപാളി വെച്ചതായി വ്യക്തമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന് ഏതെല്ലാം രീതിയിൽ എത്രത്തോളം വ്യക്തതയുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ശാസ്ത്രീയമായി ബോധ്യപ്പെട്ടത് എന്ന കാര്യം ശാസ്ത്രജ്ഞരോട് കൂടുതൽ വിശദമായി തേടേണ്ടതുണ്ട്. അതിനായി അവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തണമെന്ന് കൂടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കവർച്ചയുടെ സാങ്കേതിക വിവരങ്ങൾ നിലവിൽ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല. ഈ ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായ വിവരങ്ങൾ. എന്നാൽ കൂടുതൽ പ്രതികളെ ഇതിൽ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഉരുക്കിയ സ്വർണ്ണം ഉൾപ്പെടെയുള്ള തെളിവുകളും ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്താനുണ്ട്. നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കാലാവധി നീട്ടിയത് പ്രകാരം ഇനി 1 മാസത്തോളം കൂടി കാലാവധി ബാക്കിയുണ്ട്. ഇതിനിടയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ VSSCയുടെ ശാസ്ത്രജ്ഞരുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് ശാസ്ത്രജ്ഞരുടെ മൊഴി നിലവിൽ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ കണ്ടെത്തിയ ആ പരിശോധനയിലെ റിപ്പോർട്ട്, അതോടൊപ്പം ഇതുവരെ അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ ഇതെല്ലാം കൂടി പൊരുത്തപ്പെടുന്ന രീതിയിൽ അത് യോജിപ്പിച്ചത് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘം ഇതുവരെ 202 സാക്ഷിമൊഴികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 16 പ്രതികൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്ന് SIT ഈ കോടതിയെ വ്യക്തമാക്കിയിട്ടുണ്ട്, കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്നും SIT കോടതി അറിയിച്ചിട്ടുണ്ട്. കുറ്റകൃത്യത്തിലൂടെ നേടിയ സ്വത്തുക്കൾ കണ്ടെത്തുന്നതിൽ അതിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ആ പരിശോധന അത് തുടർന്ന് നടത്തും എന്ന് SIT അറിയിച്ചിട്ടുണ്ട്. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വാജിവാഹനം അത് പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതാണ് എന്ന പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വാജിവാഹനത്തിന്റെ ആകെ ഭാരം 10.68 കിലോഗ്രാം ആണെന്നും SIT കോടതി അറിയിച്ചിട്ടുണ്ട്. കോടതിയുടെ ഏറ്റവും പ്രധാനം ഈ VSSCയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഈ പാളിയിൽ പൊതിഞ്ഞ സ്വർണവുമായി ബന്ധപ്പെട്ടാണ്. മുൻപ് പൊതിഞ്ഞ സ്വർണം അത് പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു VSSCയിൽ നടത്തിയ പരിശോധനയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ട് എന്ന് കോടതി പറയുമ്പോൾ പാളിയിലെ സ്വർണം പൂർണ്ണമായും മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന അനുമാനത്തിലേക്കാണോ വരുന്നത്? അതായത് കോടതി ഇതിൽ ഈ ഒരു ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത് സ്വർണം പൂർണ്ണമായി മാറ്റപ്പെട്ടു എന്നല്ല കോടതി പറയുന്നത്. പക്ഷേ സ്വർണ്ണപ്പാളികൾ മാറ്റി അവിടെ ചെമ്പുപാളികൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് നേരത്തെ നമുക്ക് ഇതുവരെ ഒരു ലഭ്യമായ ഒരു വിവരം അനുസരിച്ചാണെങ്കിൽ ഈ സ്വർണ്ണപ്പാളി സ്ഥാപിക്കുന്നത് ഒരു ലെയർ ആയിട്ടാണ്. അങ്ങനെയെങ്കിൽ ആ ലെയറായി സ്ഥാപിക്കുമ്പോൾ അതിനിടയിൽ ഈ മെർക്കുറി ഉപയോഗിച്ചാണ് സ്ഥാപിക്കുന്നത്. ഒരു പാളിയിൽ മെർക്കുറിയുടെ സാന്നിധ്യം ഇല്ല എന്നും ഈ ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അപ്രം, നിക്കൽ ഇത്തരം ലോഹങ്ങളുടെ സാന്നിധ്യം കൂടി അത് പഴയ പാളികളിലില്ല, പക്ഷേ പുതിയ പാളികളിൽ അതുണ്ട് എന്നൊരു സൂചന കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനിടയിൽ ഈ 2 പാളികൾ തമ്മിലുള്ള പരിശോധന നടത്തുന്നതിനിടയിൽ ആദ്യത്തെ പാളിയിൽ ഉണ്ടായിരുന്ന സ്വർണം പിന്നീട് അത് നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു സൂചനയാണ് നമുക്കിപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. തന്നെയുമല്ല, ഈ 2 പാളികൾ 2 തവണ അല്ലെങ്കിൽ ഈ 2 തവണ പരിശോധന നടത്തിയ ഈ പാളികളിൽ ആ പാളികൾ ഘടിപ്പിച്ചിരിക്കുന്നത്, അതായത് ഒരു പാളി മറ്റൊരു പാളിയോട് ചേർത്ത് വെച്ചിരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ അതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ തന്നെ അതിനുള്ളിൽ എന്തോ ഒരു കൃത്രിമം നടന്നിരിക്കുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് VSSCയുടെ ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിശദമായി ഈ പരിശോധന നടത്തി ശാസ്ത്രജ്ഞരുടെ മൊഴി കൂടി രേഖപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കാര്യം എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ SIT അത് നിർവഹിക്കുകയും ചെയ്യും. ഒരു കാര്യം വ്യക്തമാണ്, ഈ പരിശോധനയിൽ ഒരു കാര്യം സ്വർണ്ണപ്പാളി മാറ്റി പകരം ചെമ്പുപാളി സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമുക്ക് ലഭ്യമായ വിവരത്തിനനുസരിച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക്
നേരത്തെ നൽകിയ വിവരങ്ങളിൽ ഈ ചെമ്പ് പൊതിഞ്ഞു അല്ലെങ്കിൽ ചെമ്പ് സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പ് പാളി എന്ന് എഴുതി ചേർക്കുകയൊക്കെ ചെയ്ത കൃത്രിമങ്ങളൊക്കെ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു ആസൂത്രിതമായ ഒരു മോഷണമാണ് നടന്നിരിക്കുന്നത്. ആ മോഷണത്തിന് ശാസ്ത്രീയ സംവിധാനങ്ങൾ കൂടി അവർ ഉപയോഗിച്ചിരിക്കുന്നു എന്നും വ്യക്തമായിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഇതുവരെ ആ വിഷയത്തിൽ കരുതിയിരുന്ന കാര്യങ്ങളും ഇപ്പോൾ കോടതിയുടെ ചില നിരീക്ഷണങ്ങളും പരിശോധിക്കുമ്പോൾ അല്പം കൂടി ഗൗരവതരമായ മാനത്തിലേക്ക് ഈ കേസാകെ മാറുന്നു എന്നതുകൂടി വേണം കരുതാൻ. തിയോഫിൻ, കുറ്റകൃത്യം ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിഞ്ഞു എന്ന് പറയുമ്പോൾ മുൻപ് ഹൈക്കോടതിയും SITയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് സംശയിച്ച ഒരു വലിയ കൊള്ളയിലേക്ക് തന്നെ പോയിട്ടുണ്ട് കാര്യങ്ങൾ എന്ന അനുമാനത്തിലേക്ക് എത്തേണ്ടി വരുമല്ലേ? തീർച്ചയായും. അതായത് നേരത്തെ ഇതുവരെ നടന്ന കാര്യങ്ങൾ, മൊഴികൾ, സാഹചര്യ തെളിവുകൾ, ചില കാര്യങ്ങൾ, അതായത് മിസ്സിംഗ് ലിങ്കുകൾ, അങ്ങനെയൊക്കെ, അതായത് പല കാര്യങ്ങളും ചേരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് SITയുടെ ഒരു നിഗമനമെങ്കിൽ ഇപ്പോൾ ഇത് കുറെ കൂടി ശാസ്ത്രീയമായ ഒരു ഉറച്ച തെളിവിലേക്ക് നമുക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇത് ശാസ്ത്രീയ പരിശോധന, അത് പലതരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയുണ്ട്. കുറെ കൂടി ഗൗരവമായ ഒരു പരിശോധനയാണ് VSSCയുടെ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ പരിശോധനയ്ക്ക് അതിൻ്റെതായ ഒരു ഗൗരവം കോടതിയും നൽകിയിട്ടുണ്ട്. അതിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആദ്യമേ കോടതിക്കുണ്ടായ ആശങ്കകൾ, ആ ആശങ്കകൾ ഇപ്പോൾ അതിനൊരു അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ ഉണ്ടായ ആശങ്കകൾ അടിസ്ഥാനം ഉള്ളതാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിന്റെ VSSCയുടെ റിപ്പോർട്ടിലുള്ള കണ്ടെത്തലുകൾ അത് വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവതരമായ കണ്ടെത്തലുകളാണ് എന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും കോടതിയുടെ ആശങ്കകൾ അത് പ്രഥമ ദൃഷ്ട്യാ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആദ്യത്തെ ആശങ്കകൾ അത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നത് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ടല്ലോ തിയോഫിൻ. അപ്പോൾ മുൻപ്, ഇന്നിപ്പോൾ ഇതാ കൈരളി ന്യൂസിനോടക്കം ചില വെളിപ്പെടുത്തലുകൾ മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന IPS ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് ഈ വാജിവാഹനം, അതായത് യഥാർത്ഥ വാജിവാഹനം അവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു, തന്ത്രിയുടെ കയ്യിൽ കൈമാറിയതടക്കം അത് പിന്നീട് നിർമ്മിച്ചതാണ് എന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ റിപ്പോർട്ടുകളിലും വാജിവാഹനവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരം വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? അഷിത, ഇതിപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വിവരം അനുസരിച്ചാണെങ്കിൽ ഈ SIT സംഘം വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോടതിയിൽ നൽകിയതാണ്. പക്ഷേ VSSCയുടെ പരിശോധനയിൽ ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ ഉണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ആ വാജിവാഹനം പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതാണ് എന്നും അതിന്റെ തൂക്കവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ SIT കോടതിയിൽ നൽകിയിട്ടുണ്ട്. പക്ഷെ ആ പരിശോധന അല്ലെങ്കിൽ ഈ VSSC നൽകിയ പരിശോധനയിൽ വാജിവാഹനം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് നമുക്ക് കുറച്ചുകൂടി അക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അതും ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കോടതി ഈ ഒരു തട്ടിപ്പിനെ കണ്ടിരിക്കുന്നത്. കാരണം ഇതിനായി ശാസ്ത്രീയമായ പല രീതികളും ഈ തട്ടിപ്പ് സംഘം അവലംബിച്ചിട്ടുണ്ട്. തന്നെയുമല്ല വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നു. ഈ സ്വർണം മാറ്റാനായി, ഈ സ്വർണ്ണ പാളിയിൽ നിന്ന് സ്വർണം നീക്കം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ളത് ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവപൂർവ്വമുള്ളൊരു ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് പോയിരിക്കുന്നത്. പരിശോധനയിൽ എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ ഇത് വ്യക്തമായിരിക്കുന്നു. ആ പരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഗൗരവമായി ഇനി ഈ വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഈ പരിശോധന നടത്തിയ ശാസ്ത്രജ്ഞർക്ക് കാരണം ആ പ്രാഥമികമായി ലഭിച്ച റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ കൂടാതെ മറ്റെന്തെല്ലാം വിവരങ്ങൾ അവരിൽ നിന്ന് വ്യക്തത ലഭിക്കാം, അല്ലെങ്കിൽ അവരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തിയാലാണ് കുറച്ചുകൂടി അതിനകത്തേക്ക് വ്യക്തത ലഭിക്കൂ എന്ന കാര്യം കൂടി കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും വലിയൊരു തട്ടിപ്പിന്റെ ചുരുളഴിയുന്നു. അത് ശാസ്ത്രീയമായി അതിപ്പോൾ ആ ചുരുളഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിൽ കോടതിയുടെ നിഗമനം വളരെ പ്രധാനമാണ്. അത് കോടതിക്ക് വളരെയധികം വ്യക്തമായി ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. അത് കോടതി സൂചിപ്പിച്ചിരിക്കുന്നത് ശാസ്ത്രീയ റിപ്പോർട്ടിൽ ലഭ്യമായ മുഴുവൻ വിവരങ്ങളും നിലവിൽ പുറത്തുവിടാൻ കഴിയുന്നതല്ല എന്നുകൂടിയാണ്.